ആരത്തെ സാധനങ്ങളപ്പ ആ നമസ്കാരം. ഇതിനകത്തണ സുഖം തന്നെ. ആ ഞാൻ ഇവിടെ പണിയില്ലണ്ണ. ഭയങ്കര മഴ, അവൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. വീട്ടിനകത്തിരുന്ന പണിയാന്ന് വിചാരിച്ച്. ആ അയ്യോ അയ്യോ ആണാ? ആർക്ക്? അയ്യോ അയ്യോ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഇവിടെ നോക്കാം. ആ ആ ശരി ശരി ശരി. അല്ല അതെ, അവൻ വിളിച്ചിരുന്ന്. ആ നമ്മൾ സംസാരിച്ച് ഓ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോട്ടെ, നടക്കട്ടെ. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്ക് അവർക്ക് ആദ്യം പിടിക്കൂല. അത് പിന്നെ മനസ്സിലാവും നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് പിന്നെ മനസ്സിലാവുക. ജനാർദ്ദന ആ ശരി. ഓ ഞാനിപ്പോൾ പണിയിൽ ഒരു ലാപ്ടോപ്പ് നന്നായിക്കൊണ്ടിരിക്കുന്നു. ആ ശരി വിളിക്കാം. ആ ശരി. ഓ വിളിക്കാം, ഒരു ദിവസം വരാം അങ്ങോട്ട്. ഓക്കെ അണ്ണ. ഇത് കെട്ട ചായ ഇങ്ങോട്ട് മിണ്ടിപ്പോ വരുന്നത് എൻ്റെ അടുത്ത്. എത്ര പ്രാവശ്യം ഞാൻ കൈ നീട്ടിപ്പോ ചായ അങ്ങോട്ട് വെച്ചെന്ന് കയ്യപ്പോ വലിച്ചുകൊണ്ട് പോണേ എന്തിനാ? എൻ്റെ നീലു ഇത്രയും നാക്കാ നിനക്ക്, ഇത്രയും ആരോഗ്യം നിനക്ക് എവിടെ നിന്ന് കിടക്കണ്? ഒരു അരമണിക്കൂർ നിനക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതങ്ങനെ ശീലിച്ചോയി. 12 കാലം പട്ടീരെ വാല് കുഴയിട്ടാലും അത് വളഞ്ഞേയിരിക്കൂ. പറയുന്ന കേട്ടാ, ഞാൻ ഭയങ്കര അലപ്പാന്ന്. എന്ത് നാക്കാ എനിക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ അച്ഛൻ ഭയങ്കര ശാന്തശീലനാണ്. നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ അച്ഛനെ കണ്ടു വേണം പഠിക്കാൻ. അത് അമ്മ പറഞ്ഞ കറക്റ്റാണ്. ഇതുപോലെ ശാന്തശീലന മനുഷ്യൻ വേറെ ലോകത്തില്ല അല്ലേ? ഇവിടെ കയറി പോടാ, തറയിലടാ. ആ അതവിടെ നിൽക്കട്ടെ. ഈ സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറഞ്ഞ ജനാർദ്ദൻ ചേട്ടൻ? എടി ആ ചേച്ചിക്ക് വയ്യെന്ന്. ആ വലുതായി പൊക്കാൻ വയ്യ, തരിപ്പാണെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്ക് ചികിത്സിക്കാന്ന് പറഞ്ഞു. ആ കളിയന്റെ അമ്മയ്ക്കാ? ഓ സിദ്ധുവിന്റെ അമ്മയ്ക്ക് വയ്യടാ, കൈ വെക്കാൻ വയ്യെന്ന്, തരിപ്പാണെന്ന്. വല്ല വാദമല്ല ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുപോവാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എന്തിന് അച്ഛൻ ഇവിടത്തെ വല്ല മറ്റേ പൊടിക്കൈ വിദ്യ ഒന്നും അവിടെ പോയി പ്രയോഗിക്കില്ലട്ടോ. ആ കൂടി നാറ്റ കേസാവും, കുളമാവും. അയ്യോ അതോർത്ത് പോകാൻ വിഷമിക്കേണ്ട. അച്ഛൻ അങ്ങനെ പൊടിക്കൈ വിദ്യയൊക്കെ അല്ലേ, നമ്മുടെ അടുത്ത് മാത്രമേ പരീക്ഷിക്കുള്ളൂ, നാട്ടുകാരടുത്ത് പരീക്ഷിക്കില്ല. കാരണം അടികൊള്ളു നല്ല. ബാലേന്ദ്രൻ തമ്പിയെ വീട്ടിലല്ല നാട്ടിലെ ചികിത്സയോടെ ഇറങ്ങി. അയ്യോ ഇനി അതിൽ കൂടി കയറി നെയ്യാറ്റിക്കലെ പോയി നേരെ സിദ്ധുവിന്റെ വീട്ടിലെത്തും അവരച്ഛൻ്റെ അടുത്തേ. ഒന്ന് പറ സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറഞ്ഞ? ചായ കുടിക്ക്. എന്തോ പറഞ്ഞു? അതല്ല ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കണത്. പിന്നെ നിങ്ങൾ വീണ്ടും ചോദിക്കണ എന്തിനാ? സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, പോ അവിടുന്ന്. അല്ല പിന്നെ അത് കൊള്ളാ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് കാര്യം? ഒന്നാമത്തെ കാര്യം, അവൻ ഇപ്പൊ ലോണൊക്കെ എടുത്തില്ലേ, അതിന് പേര് വീട് വെച്ചില്ലേ, അതിന് 25,000 വെച്ച് മാസം അടയ്ക്കണമെന്നും, പിന്നെ കാറിന് ഒരു 10,000 രൂപ അടയ്ക്കണം ലോണ്, പിന്നെ വീട്ടുകാരെല്ലാം കൂടെ 10-15,000 ആവും. അവിടെ കിട്ടുന്നതിന് 3/4 പങ്ക് അതിനാണ് ചിലവഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ കണക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എന്നെ സിദ്ധു വിളിച്ചിരുന്ന് ഞാൻ എൻ്റെ ചിലവൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ കുറേ നാളായി അങ്ങോട്ട് പോയിട്ട് ഒന്ന് പോകണം. ഒന്ന് പോകണം. അത് തന്നെ. അച്ഛാ അളിയന്റെ അച്ഛൻ വേറെ എന്തൊക്കെ പറഞ്ഞു? വിക്രത്തിന്റെ കഥ പറഞ്ഞു, മൊത്തം പറഞ്ഞു തന്നു. ഇത് കേൾക്കണോ? അടിക്കണ് പോടാ അടിക്കണ്. കാള പോലെ വളർന്ന് എന്റെ തോളിനടുത്ത് എത്തി അടിക്കണ്. നമ്മൾ പടവൽ തോറ്റ് കൊറേ ആയില്ല. നമുക്ക് അടുത്ത ആഴ്ച പോയാലോ? ഇടയ്ക്ക് ഞാൻ പോയപ്പോഴേ അച്ഛൻ പറഞ്ഞായിരുന്നു എല്ലാരും കൂടെ 2 ദിവസം നിന്നിട്ട് പോവാന്ന്. ആണല്ലേ? അപ്പൊ പഴയതുപോലെ ഹെൽത്ത് പോരാല്ലേ? ഓ എന്നാലും അടങ്ങിയൊന്നും നിക്കില്ല, എപ്പോഴും ജോലി തന്നെയാ. നമ്മുടെ പടവലത്തെ അപ്പൂപ്പനല്ലേ? അപ്പൂപ്പന് എന്റെ മുഖം കാണുന്നതിന് സന്തോഷം വേറെ ആരുടെ മുഖം കണ്ടാലും ഇല്ല. പിന്നെ ആര് പറഞ്ഞു? അമ്മ എപ്പൊ നമ്മളവിടെ പോയാൽ അപ്പൂപ്പൻ എന്റെ കാര്യത്തില് ചോദിക്കാറ്, ഞാൻ കഴിച്ചോ, ഞാൻ ഉറങ്ങിയോ, ഞാൻ നന്നായിട്ട് പഠിക്കണോന്നൊക്കെ അല്ലേ? ഒന്ന് പോ പിള്ളേരൊന്ന്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്നെയാണ് അപ്പൂപ്പന് വലിയ കാര്യം. കാരണം എന്റെ തലവട്ടാണല്ലോ ആദ്യം കണ്ടത്. അതെ ചേട്ടൻ തലവട്ട അന്ന് കണ്ടതിന് ശേഷം പിന്നെ അപ്പൂപ്പൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ കാണും? മൊത്തം കാടും പടലും പിടിച്ച് കിടക്കില്ലേ. ചളിച്ച കോമഡി ആയിട്ട് വിടാറില്ല. ഫ്രഷ് കോമഡി ഉണ്ട്, എടുക്കട്ടെ? ആ അതാണ്ട് ഗൾഫുകാരന്റെ ഭാര്യ ഒന്നല്ല. കേശുവേ ആവശ്യമില്ലാത്ത പറയല്ലേ. എന്താ എല്ലാരും കൂടെ കിണിക്കണേ? ചേട്ടനെ വല്ല വളിച്ച കോമഡി ആയിട്ട് ചിരിക്കുമായിരിക്കും അല്ലേ? ഏയ് നീ പറയണ ഞാൻ കേട്ടായിരുന്നു, ഗൾഫുകാരന്റെ ഭാര്യയാന്ന്. അയ്യോ ചേച്ചി, അടിയും ചെറിയൊരു കോമഡി പറഞ്ഞതാണ്, മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഉപ്പും തോർന്ന് നിന്നേന്റെ നന്ദി എപ്പോഴും കാണും. ആ അങ്ങനെ അണഞ്ഞു നിക്ക്, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പൊട്ടുംപൊടിയൊക്കെ കിട്ടും കേട്ടടി ശിവാനി. അടിയൻ ഇതാണ് പറയണേ, അല്പൻ ഐശ്വര്യം കിട്ടിയ ഇങ്ങനെ അഹങ്കാരം കാണിക്കൂ. ശിവ അങ്ങനെ പറയരുത്, ചേച്ചിയാണ്.
അന്നദാതാവിനെ ഒരിക്കലും പിണക്കിക്കൂടാ അല്ലേ ചേച്ചി? ഒരു 300 തരാണ്ടല്ലോ, ആ തന്നിട്ട് മോൻ സോപ്പിട് കേട്ടോ. ആ 300 രൂപ ഞാൻ തരും. എപ്പൊ തരും? കിട്ടുമ്പോ തരും. കിട്ടും. ലച്ചേ ബാങ്കിലെ ATM-ന്റെ കാര്യത്തിന് പോയല്ലേ, കിട്ടിയോ അത്? ആ അത് കിട്ടി, പുതിയത് കിട്ടി. പിന്നെ പഴയ ATM അത് പോയല്ലോ. ഇതോ ഇതെന്നെ പുതിയ ചാർജറും പിന്നെ പുതിയ ഇയർപോഡ്സും. ഇത് മാറണം. എന്താ സ്വർണ്ണമൊന്നും അല്ലല്ലോ, കക്കാനൊന്നും താങ്ങട്. പൈ തുറക്ക്. നശിപ്പിക്കും അത്. ഇതാണ് ഹെഡ്ഫോൺസ്. ആ നല്ല വലുപ്പം. ഞാൻ പോലും ഇത് വെച്ചിട്ടില്ല, പോടുന്നു. സംഭവം കൊള്ളാട്ടാ. എത്ര രൂപ ഇത്? ആ കാശൊക്കെ കുറച്ചായി. എന്തോടെ എന്തോന്ന്? ഇതെന്റെ പുതിയ ഇയർപോഡ്സ്. ഏ പാട്ട് കേൾക്കുന്ന സാധനം ഇയർപോഡ്സ്. വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലേ? അതിന്റെ ഒരു സൈഡ് കംപ്ലൈന്റാ, പാട്ട് കേൾക്കാൻ പറ്റില്ല, വോളിയം ഭയങ്കര കുറവ്. വോളിയം കൂടിയ പാട്ട് കേൾക്കണം. എന്താ ചാർജർ? പുതിയ ചാർജർ നിനക്കുണ്ടായിരുന്നില്ലേ? അത് കമ്പനി ചാർജർ അല്ല, അത് കംപ്ലൈന്റ് ആയി. ഇത് കുറച്ച് കൂടിയ ചാർജർ. പൈസയുടെ അഹങ്കാരേ. ഒരു കാര്യം ചെയ്യാത്തത് മറ്റേ ക്യൂ എടുക്കണ കുറെ കണ്ടില്ല, ചിങ്കി അടിച്ചോണ്ടിരിക്കണേ, അതൊന്ന് വാങ്ങിക്കാത്തത്. പിന്നെ ക്യൂ എടുക്കണ കാറും ഉണ്ട്, അത് വാങ്ങുക. എന്തിനാ പറൂനാ? പാറൊന്നുമില്ല, നിനക്ക് നിന്റെ ഭർത്താവ് ഫോൺ വിളിക്കാത്തപ്പോഴേ ഇത് വെച്ച് അടിച്ച് കാണിച്ചോണ്ടിരിക്കും. ക്യൂ എടുത്തിട്ട് കോടന കാറൊക്കെ കാണാം. അപ്പോ ചൊറയിലൊന്നും അല്ല ഗൾഫ്. ഇതെന്താ ഹെഡ്ഫോൺസ്? സാധാരണ വേറുള്ളല്ലേ? വയറില്ലാത്തത് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് അത് എത്ര രൂപ ഇത്? എത്ര രൂപ? കാശൊക്കെ കുറച്ചായി. എത്ര രൂപ എന്നാലും? അത്യാവശ്യമായി. താലെടുത്താം, അല്ല എന്ത് പറയാ. ഗൾഫുകാരൻ്റെ എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഏഹ് എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? അതൊന്നും കാര്യാക്കണ്ടെന്നേ, വിട്. അതൊക്കെ ഇനി അരിക്കേട്ടണ്ട. കാര്യാക്കണ്ടെന്നാ? ഞാൻ കാര്യാക്കും.